ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോയിൽ എൻ്റെ വെയ്റ്റ് മാനേജ്മെൻറ്റ് പ്രോഗ്രാമിന് എന്നെ ഹെൽപ്പ് ചെയ്ത ഒരു മീൽ റീപ്ലേസ്മെൻറ്റിൻ്റെ എങ്ങനെയാണ് ഞാനത് പ്രിപ്പയർ ചെയ്യുന്നത്, എങ്ങനെയാണ് ഞാനത് കഴിക്കുന്നത്, ഇത് എന്നെ എങ്ങനെയാണ് ഹെൽപ്ഫുൾ ആക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് നേരെ പോവാം. മീൽ റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആഹാരത്തിന് ഏതെങ്കിലും ഒരു മീലിനെ ഒഴിവാക്കിയിട്ട് കഴിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള മീൽ റീപ്ലേസ്മെൻറ്റ് നമ്മളെ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഞാൻ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാം. ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ദിവസം ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം ലഞ്ചിന് ഞാൻ എടുക്കുന്ന ഒരു 1000 കലോറി ആയിരിക്കാം ഞാൻ കഴിക്കുന്ന ആഹാരം. അപ്പോൾ ആ 1000 കലോറി ഞാൻ എടുക്കുന്ന സമയത്ത് ഈ ഒരു മീൽ ആ ലഞ്ചിന് പകരം ഞാൻ യൂസ് ചെയ്യുമ്പോൾ 299 കലോറി മാത്രമേ എൻ്റെ ശരീരത്തിലേക്ക് കയറുന്നുള്ളൂ. കാരണം ഇതിന് മാക്സിമം 299 കലോറി ഇതിന് അവൈലബിൾ ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ആ ഒരു 1000 കലോറി എടുത്തുകൊണ്ടിരുന്ന ആ ഒരു സമയത്ത് ഞാൻ ഇത് യൂസ് ചെയ്യുമ്പോൾ എൻ്റെ ശരീരത്തിലേക്ക് വെറും 299 കലോറിയെ കയറുന്നുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് വെയിറ്റ് ലോസിന് ഹെൽപ്ഫുൾ ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആണ്. അത്രയും കലോറി നമ്മൾ കുറച്ചേ എടുക്കത്തുള്ളൂ ഈ ഒരു മീൽ റീപ്ലേസ്മെന്റ് യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ അതിന്റെ കൂടെ ഞാൻ ഈ ഒമേഗ 3, നിങ്ങൾക്കറിയാം ഒമേഗ 3 അത്രമാത്രം നമ്മളെ വെയിറ്റ് ലോസിനെ ഹെൽപ്ഫുൾ ആക്കുന്നുണ്ട്. അത് മാത്രമല്ല ബാഡ് കൊളസ്ട്രോൾ ഇല്ലാതാക്കാനും നമ്മുടെ ബോഡിയെ നമുക്ക് ഹാർട്ട് ഹെൽത്ത് ആക്കാനും ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഒമേഗ 3 അത്രയും ഹെൽപ്ഫുൾ ആണ്. സോ വെയിറ്റ് ലോസ് നോക്കുന്നവർക്കും വളരെ ഹെൽപ്ഫുൾ ആണ്. നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാനും ഒമേഗ 3 ടാബ്ലറ്റ് 2 ഡെയിലി നമ്മൾ കഴിക്കുന്നത് വളരെ ഹെൽപ്ഫുൾ ആണ്. സോ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് അപ്പോൾ എനിക്ക് അവിടെ എൻ്റെ കലോറി ഞാൻ കൂടുതൽ എടുത്തുകൊണ്ടിരുന്നതിനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റി ഈ ഒരു പ്രോഡക്റ്റ് വഴി. ദെൻ അതാണ് എനിക്ക് ഈ ഒരു വെയിറ്റ് ലോസിൽ ഞാൻ പറഞ്ഞ ഒരു പ്രോഡക്റ്റ് നമ്മളെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് അതിൻ്റെ മെയിൻ അട്രാക്ഷൻ നമ്മൾ മനസ്സിലാക്കാം. രണ്ടാമത്തെ കാര്യം, ഈ ഒരു ഒമേഗ 3 ടാബ്ലറ്റ്, ഒമേഗ 3യുടെ ഉപയോഗം ഒരുപാട് ആൾക്കാർക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. പല വീഡിയോസിലും പല ഡോക്ടേഴ്സും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഹാർട്ട് ഹെൽത്തിന് നല്ലതാണ്, നമ്മുടെ ബാഡ് കൊളസ്ട്രോൾ ഇല്ലാതാക്കാൻ നല്ലതാണ്, നമ്മുടെ ഐ ഹെൽത്തിന് നല്ലതാണ്. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു 60 ക്യാപ്സ്യൂൾ, ഇത് മെയിൻ ഫിഷ് ജെലാറ്റിൻ ക്യാപ്സ്യൂൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് വെയിറ്റ് ലോസ് നോക്കുന്നവർക്കായാലും ബാഡ് കൊളസ്ട്രോൾ ഇല്ലാതാക്കാനായാലും ഒരുപാട് കാര്യങ്ങൾക്ക് നല്ലതാണ് ഈ ഒരു ഒമേഗ 3 നമ്മൾ ഡെയിലി 2 ടാബ്ലറ്റ് കഴിക്കുന്നത്. സോ ഈ ഒരു 2 പ്രോഡക്റ്റ് ഞാൻ ഒരുമിച്ച് എൻ്റെ ലഞ്ച് ടൈമിൽ എടുക്കുമ്പോൾ എനിക്ക് ഒരു 7 kg അടുപ്പിച്ച് വെയിറ്റ് ലോസ് ആക്കാൻ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആക്കി. സോ എൻ്റെ ജെനുവിൻ റിസൾട്ടാണ് ഞാൻ പറഞ്ഞത്. ഒരു പ്രൊമോഷനോ ഒരു കാര്യങ്ങളോ അല്ല, എൻ്റെ ജെനുവിൻ ആയിട്ടുള്ള റിസൾട്ടാണ്. കാരണം ഇത് എന്തുകൊണ്ട് ഈ ഒരു മീൽ റീപ്ലേസ് ചെയ്തതിൻ്റെ ഫലം എനിക്ക് കിട്ടിയത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 1500 കലോറി എടുത്തുകൊണ്ടിരുന്ന എനിക്ക് അവിടെ 299 കലോറി ആ ഒരു നേരം കൊണ്ട് എനിക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പം മാക്സിമം ഒരു ദിവസം 1500 കലോറിക്കകത്ത് ടോട്ടൽ എനിക്ക് രാവിലത്തെയും ഡിന്നറും ഉച്ചയ്ക്കത്തെ ഈ ഒരു ന്യൂട്രി മീലും എല്ലാം ഉൾപ്പെടെ 1500 അല്ലെ 1200 300-നകത്തൊക്കെ എനിക്ക് നിർത്താൻ പറ്റുന്നു. അപ്പോൾ 3000 കഴിച്ചുകൊണ്ടിരുന്ന ആൾക്ക് 1500-ലേക്ക് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ എന്തായി, കലോറി ഡെഫിഷ്യൻസി ആയി എനിക്ക് വെയിറ്റ് ലോസിന് അത് ഹെൽപ്ഫുൾ ആക്കി. ഫാറ്റ് അടിഞ്ഞിരിക്കുന്ന ഭാഗത്ത് നിന്ന് അത് പ്രവർത്തിക്കാൻ തുടങ്ങി. അതാണ് എന്നെ വെയിറ്റ് ലോസിന് ഹെൽപ്ഫുൾ ആക്കിയത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത്തരത്തിലുള്ള ഈ ഒരു പ്രോഡക്റ്റ് എങ്ങനെ ഹെൽപ്ഫുൾ ആക്കണമെന്ന്. ഇനി ഞാൻ ഇതിന്റെ പ്രിപ്പറേഷനാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കാണിക്കാം. നൈറ്റി കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. പൊതുവെ മലയാളി പെൺകുട്ടികളെല്ലാം വീട്ടിൽ നൈറ്റി ആയിരിക്കും വിശേഷം. അപ്പോൾ ഞാനിത് ഈ ഒരു ന്യൂട്രി മീൽ വന്നിട്ട് ഒരു ക്ലോസ് കണ്ടെയ്നറിലിട്ട് നല്ലോണം ക്ലോസ് ചെയ്തിട്ടാണ് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് ഓപ്പൺ ചെയ്തിട്ട് 25 ഗ്രാം ന്യൂട്രി മീലാണ് നമുക്ക് എടുക്കേണ്ടത് 1 സെർവിങ്സിലേക്ക് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വന്നിട്ട് ഒരു സ്പൂണും ഒരു ഇത്തിരിയും കൂടെ എടുക്കും. അപ്പോഴേ എനിക്ക് ഏകദേശം 25 ഗ്രാം കിട്ടുന്നത്. ഓക്കെ, 300 മില്ലി നമ്മൾ പാലിനകത്ത് നമുക്ക് തണുത്ത പാല് യൂസ് ചെയ്യാം. ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത പാല് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് തണുത്ത പാല് പച്ചയ്ക്ക് കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ പാല് നല്ലോണം ചൂടാക്കിയിട്ട് അത് തണുത്ത് കഴിയുമ്പോൾ എന്ന് വെച്ചാൽ അത് ചൂട് പോയതിന് ശേഷം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ പാലെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഞാൻ പാലെടുത്തിട്ടുണ്ട്. ഏതാണ്ട് 300 മില്ലിയാണ് നമുക്ക് പാല് വേണ്ടത്. തണുത്ത പാലാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ ഇതിലാണ് 300 മില്ലി അളക്കുന്നത്. ഓക്കെ, അത് നിറച്ചെടുത്തിട്ടുണ്ട്. ഞാൻ മിക്സിയിലാണ് ബ്ലെൻഡ് ചെയ്യുന്നത് കേട്ടോ. മിക്സിയിൽ ഒഴിച്ച് മിക്സിയിൽ തന്നെ ആ പാല് ഞാൻ തറയിൽ പോയി കുറച്ച് കൈ കുറച്ച് അപ്പൊ അതിലും അങ്ങോട്ട് ഇട്ടു. ഇനി ഇത് അങ്ങോട്ട് അടയ്ക്കുക. ആ ഒറ്റൊരു ശബ്ദം കേട്ടാൽ മതി. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ഒരു കൺസിസ്റ്റൻസിയോടെ മതി. ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതി. ഇനി ഇത് നമ്മൾ 20 മിനിറ്റ് മാറ്റി വെക്കാം. ഓക്കെ, 20 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം മാത്രം നമ്മളിത് കുടിച്ചാൽ മതി. ദെൻ 20 മിനിറ്റ്സ് കഴിഞ്ഞ് ഷേക്കറിനകത്ത് ഇടുക. നല്ല പോലെ ബ്ലെൻഡ് ചെയ്യുക ഒന്നുകൂടെ. ദെൻ കുടിക്കുക. കുടിക്കുമ്പോൾ എങ്ങനെയാ, ഇത് മീലാണ്. അപ്പം കുറേച്ച് വായിൽ ഇതാ ഇങ്ങനെ വെച്ച്
ചവച്ചരച്ചിട്ട് ഇറക്കുക. അപ്പോൾ ഇതേപോലെ വായിൽ നമ്മൾ